ഇന്നത്തെ ഗോസ്പല് യേശുവിൻ്റെ വല്ലാത്തൊരു സങ്കടത്തെ സൂചിപ്പിക്കുന്നതാണ്. കാര്യം യേശു നോക്കുമ്പോൾ ശിഷ്യന്മാരുമായിട്ട് വലിയൊരു ജനക്കൂട്ടം തർക്കിക്കുകയാണ്. ഒരു 12 പേരിങ്ങനെ നിൽക്കുമ്പോൾ ഈ 12 പേരോട്ട് വലിയൊരു ജനക്കൂട്ടം തർക്കിച്ചിരിക്കുന്നു. യേശുവിന് പെട്ടെന്ന് മനസ്സിലായി എന്തോ പന്തികരാണ്. യേശു ഓടിയെത്തിക്കാണ്. കാരണം കൂടെ നിൽക്കുന്നവർക്ക് എന്തോ പ്രശ്നമാണല്ലോ. എന്നിട്ട് യേശു ചോദിച്ചു, കാര്യം എന്താ, നിങ്ങളെന്താ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ചോദിക്കുമ്പോൾ ശിഷ്യന്മാരല്ല മറുപടി കൊടുത്തത്. മറുപടി കൊടുത്തത് ജനക്കൂട്ടമാണ്. ഈ ജനക്കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു, ഇവിടെ ഒരാൾ പിശാച് ബാധിതരാണ്, അവനെ സുഖപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടു, അപ്പോൾ സുഖപ്പെട്ടില്ല. ഇപ്പോൾ യേശുവിന് ഒത്തിരി സങ്കടം തോന്നി. ആ സങ്കടം നിൽക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് നോക്കിയിട്ട് പറയുകയാണ്, വിശ്വാസമില്ലാത്ത ഒരു തലമുറയല്ലേ നിങ്ങൾ? എത്ര നാൾ ഞാൻ നിങ്ങളോട് ഉണ്ടാകും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചുകൊണ്ടിരിക്കും? ഇത് ശിഷ്യന്മാരുള്ള ചോദ്യമാണോ? എനിക്ക് തോന്നുന്നു 2000 വർഷങ്ങൾക്ക് ശേഷം ഈ ഗോസ്പല് ഒരു മുറിക്കകത്തിരുന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ ഈ വാക്യം നമ്മൾ ഓരോരുത്തരെ നോക്കി പറയുന്നതല്ലേ, വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും? വല്ലാണ്ട് ഉള്ളിൽ കൊത്തുന്നുണ്ടല്ലേ. കൂടെ നടക്കുന്നവരാണ്, എന്നിട്ടും അവർ പറഞ്ഞിടത്ത് കാര്യങ്ങൾ നടന്നില്ല. നടക്കുമെന്നൊക്കെ ആളുകൾ വെറുതെ തെറ്റിദ്ധരിച്ചു, പക്ഷെ നടന്നില്ല. ഇതാണ് യേശുവിന് ശിഷ്യന്മാർക്ക് പറ്റിയൊരു അബദ്ധം. ഇതിനു മുമ്പ് അവർ അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് യേശു അവരെ പലയിടങ്ങളിലായിട്ട് അവൻ പോകാനിരിക്കുന്ന പട്ടണങ്ങളിലൊക്കെ അയച്ചപ്പോൾ അവർ പോയി അവിടെ സൗഖ്യമൊക്കെ നൽകിയതാണ്. അത് ഇതേ ജനക്കൂട്ടം കണ്ടതാണ്. അതുകൊണ്ടാണ് അവർ അതേ ശിഷ്യന്മാരോടൊന്ന് പറഞ്ഞത്, നിങ്ങൾ സുഖപ്പെടുത്ത്. അന്ന് സുഖപ്പെടുത്തിയവർ ഇന്ന് എത്ര വിചാരിച്ചിട്ടും പറ്റിയില്ല. അത് കണ്ടപ്പോൾ യേശുവിന് സങ്കടം തോന്നി. പ്രിയമുള്ളവരെ, ഈ ഒരു ഗോസ്പല് നമ്മൾ ഓരോരുത്തരും നോക്കി ക്രിസ്തു ചോദിക്കുകയാണ്, മുൻപെപ്പോഴോ നമ്മുടെ വാക്കുകൾ ക്രിസ്തുവിൻ്റെ വാക്ക് കണക്കാണെന്ന് പലരും പറഞ്ഞിട്ടില്ലേ? നമ്മളോട് ചിലരൊക്കെ വന്ന് സങ്കടം പറഞ്ഞപ്പോൾ നമ്മുടെ വാക്കുകൾ അവർക്ക് ആശ്വാസമായി മാറിയിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഇടപെടൽ ക്രിസ്തുവിൻ്റെ ഒരു ഇടപെടൽ പോലെയാണെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടില്ലേ? നമ്മളുടെ ഒരു ഇടപെടലിലൂടെ എത്ര പേരുടെ ജീവിതമാണങ്ങ് മാറി മറിഞ്ഞത്. നമ്മളുടെ ചില പ്രവർത്തനങ്ങളൊക്കെ ചില മനുഷ്യരൊക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ പ്രവർത്തനം പോലെയാണെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടില്ലേ? ശരിയാണ്, എവിടേക്കോ ക്രിസ്തുവിൻ്റെ മണവും സുഗന്ധവും ഒക്കെ നമുക്കും ഉണ്ടായിരുന്നു. പക്ഷെ എവിടേക്കോ വെച്ച് ആ ശിഷ്യന്മാരെന്ന പോലെ അവൻ്റെ കൂടെ നടക്കുന്നതെന്നേ ഉള്ളൂ, അവൻ്റെ മണവും അവൻ്റെ ആ സുഗന്ധമൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പണ്ടെന്നോ നമ്മളുടെ വാക്കുകൾ ക്രിസ്തുവിൻ്റെ വാക്കുകണക്ക് ബലമുള്ളതും നമ്മളുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും ഒക്കെ ക്രിസ്തുവിനെ കണക്ക് ഏറ്റവും അധികം ശ്രദ്ധയുള്ളതും ക്രിസ്തുവിനെ കണക്ക് ഏറ്റവും അധികം ആകർഷണീയമായിരുന്നു. പക്ഷേ ഇന്ന് എവിടേക്കോ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശിഷ്യന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു വേദന ഇതാണ്. എന്നൊക്കെയോ അവർ ചെയ്ത അതേ കാര്യങ്ങൾ ഇന്നവർക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം തുടക്കത്തിലെ ആ ആദ്യ സ്നേഹം അവരുടെയോ നഷ്ടപ്പെടുത്തി. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ഈ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അത്യാവശ്യമാണ്. ആ സ്നേഹത്തിൻ്റെ പേരാണ് പ്രാർത്ഥന. ക്രിസ്തുവുമായിട്ട് ശിഷ്യന്മാർക്കൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ആഴമുള്ളൊരു ബന്ധമായതുകൊണ്ട് ക്രിസ്തു ചെയ്തതുപോലെ അവരും ചെയ്തു. അതേ കണക്ക് അവിടെയും സംഭവിച്ചു. പിന്നീട് എപ്പോഴൊക്കെയോ കൂടെ നടക്കുന്നതിൻ്റെ വില മറന്നുപോയി. അതുകൊണ്ട് പിന്നീട് അവർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള അഗാധമായൊരു ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ ആരെന്തു പറഞ്ഞാലും അതവിടെ നടക്കും. അതല്ലേ ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഈ മലയോട് ചെന്ന് കടലിൽ ചെന്ന് പതിക്കാൻ പറഞ്ഞാൽ പതിക്കും. പക്ഷേ ആരുടെ ബലത്തിലാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. പ്രിയമുള്ളവരെ, എവിടേക്കോ ക്രിസ്തുവിൻ്റെ ആ സുഗന്ധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാനുള്ള ക്ഷണമാണ് ഇന്നത്തെ ഗോസ്പല്. ക്രിസ്തുവിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് അവനോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. ആ ആയിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സുഗന്ധം, അതിൻ്റെ പേരാണ് പ്രാർത്ഥന. അതാണ് ഗോസ്പലിലെ ഏറ്റവും അവസാനം ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. എല്ലാവരും അത്യന്താപേക്ഷിതമായ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട പ്രാർത്ഥനയാണ്, ക്രിസ്തുവുമായുള്ള ബന്ധമാണ്. ആ പ്രണയത്തെ ഈ ഭൂമി വിശേഷിപ്പിക്കുന്ന പേരാണ് പ്രാർത്ഥന. അങ്ങനെ ക്രിസ്തുവുമായ പ്രണയം നമുക്കുണ്ടാകണം. അതിൽ നിന്നുള്ള സുഗന്ധം ക്രിസ്തുവിനെ കണക്ക് നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഇടപെടൽ
ക്രിസ്തുവിൻ്റെ ഒരു ഇടപെടൽ പോലെയാണെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടില്ലേ? നമ്മളുടെ ഒരു ഇടപെടലിലൂടെ എത്ര പേരുടെ ജീവിതമാണ് അങ്ങ് മാറി മറിഞ്ഞത്. നമ്മളുടെ ചില പ്രവർത്തനങ്ങളൊക്കെ ചില മനുഷ്യരെയൊക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ പ്രവർത്തനം പോലെയാണെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടില്ലേ? ശരിയാണ്, എവിടേക്കോ ക്രിസ്തുവിൻ്റെ മണവും സുഗന്ധവും ഒക്കെ നമുക്കും ഉണ്ടായിരുന്നു. പക്ഷെ എവിടേക്കോ വെച്ച് ആ ശിഷ്യന്മാരെന്ന പോലെ അവൻ്റെ കൂടെ നടക്കുന്നതെന്നേ ഉള്ളൂ അവൻ്റെ മണവും അവൻ്റെ ആ സുഗന്ധമൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അത്യാവശ്യമാണ്. ആ സ്നേഹത്തിൻ്റെ പേരാണ് പ്രാർത്ഥന. ക്രിസ്തുവുമായിട്ട് ശിഷ്യന്മാർക്കൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ആഴമുള്ളൊരു ബന്ധമായതുകൊണ്ട് ക്രിസ്തു ചെയ്തതുപോലെ അവരും ചെയ്തു. അതേ കണക്ക് അവിടെയും സംഭവിച്ചു. പിന്നീട് എപ്പോഴൊക്കെയോ കൂടെ നടക്കുന്നതിൻ്റെ വില മറന്നുപോയി. അതുകൊണ്ട് പിന്നീട് അവർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള അഗാധമായൊരു ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ ആരെന്ത് പറഞ്ഞാലും അതവിടെ നടക്കും. അതല്ലേ ക്രിസ്തു പറഞ്ഞത്? നിങ്ങൾ ഈ മലയോട് ചെന്ന് കടലിൽ ചെന്ന് പതിക്കാൻ പറഞ്ഞാൽ പതിക്കും. പക്ഷേ ആരുടെ ബലത്തിലാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. പ്രിയമുള്ളവരെ, എവിടേക്കോ ക്രിസ്തുവിൻ്റെ ആ സുഗന്ധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാനുള്ള ക്ഷണമാണ് ഇന്നത്തെ ഗോസ്പൽ.